ആ ഹലോ, എവിടെ പോവാൻ? ഞാൻ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇടാവേ ഈ വീട്ടിൽ എങ്ങനെ ഷൂട്ട് നടക്കാനാ? ഞാൻ വീട് അന്വേഷിച്ച് പോകാൻ പറഞ്ഞിട്ട് ആ വീട് അവിടെ ചെന്നപ്പോൾ അവർ പറയാം അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പിന്നെ എങ്ങനെ ഷൂട്ടിങ് നടക്കും? അത് മാത്രം ഇന്ന് നടിക്ക് 6 മണി ആ നേരത്ത് ചെന്നൈക്ക് പോകാനുള്ള പുള്ളിക്കാരിക്ക് ഞാൻ എന്നാ ചെയ്യുന്നത് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അല്ല, ഒന്നെങ്കിൽ എന്നാൽ പ്രൊഡ്യൂസറെ പേടി വേണം, അല്ലെന്നുണ്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞൊരു കിഴങ്ങൻ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്നൊരു സകല ബഹുമാനമെങ്കിലും വേണം. ആ ശരി ശരി ശരി, വെക്ക് ഞാൻ വിളിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാം. വെക്ക് പോ. എന്ത് ചെയ്യുമെന്ന് പറ, വീട് കിട്ടാതെ ബാക്കിയുള്ള കൊടുത്ത് സമാധാനം. എന്നാ വേവലാതി അമ്മ, ഞാനൊരു സംവിധായകനായി പോയില്ലേ? അതല്ല, കാരണം ഇന്ന് ഷൂട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതൊന്നും വിഷയമില്ല. അമ്മയോട് പോണു. മക്കളെ, ജൂലി 6ാമത് പെറ്റെന്ന് പറഞ്ഞു, ഞാനൊന്ന് കണ്ടേച്ചു വരാം. ആ പോ, ദൂരെ ഒന്ന് കാണുകയുള്ളൂ, അതിന്റെ അടുത്തൊക്കെ ചെന്ന് കയറല്ലേ, ചിലപ്പോ കടിക്കും. അത് പട്ടി കിടക്കുന്ന കാണാൻ പോകുന്നില്ല. അയ്യോ, ജോസഫിന്റെ പെണ്ണുമുള്ള ജൂലി പെറ്റി കിടക്കുന്നത്, ഞാനൊന്ന് കണ്ടേച്ച് വരട്ടെന്ന്. ജൂലിന്നാണ് പറഞ്ഞത്? ആ. എത്രാമത്തെ പറ്റുന്ന? 6ാമത്. അമ്മ വീട്ടിൽ ചെല്ലുമ്പോ ആ പെൺകുച്ചിന്റെ പേരൊന്നും മാറ്റാൻ പറ, ജോലി നാക്കാൻ പറ. ഇതിനാ നമുക്ക് നേരെ പോയിട്ടോ പോയിട്ട് വരാം. നീ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം കേട്ടോ. ആ പോട്ടോ. എന്നാ ചെയ്യുന്ന എനിക്ക് ഒരു പിടുത്തവും. ഒരു കൺട്രോളർ ഉണ്ടായിരുന്നു, അവരിവിടെ പോയി. ഞാൻ സാറോട് സംസാരിച്ച് നോക്കാം. സാർ ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആ വീട് റെഡിയാക്കാം. ഓക്കെ ശരി, ഓക്കെ. എടോ, സമയം ഇപ്പൊ എത്രയെന്ന് പറയും? താൻ ഈ സീരിയലിന്റെ കൺട്രോളറാണോ? എനിക്ക് ഷൂട്ട് ചെയ്യണം, വീട് ഇതുവരെ കിട്ടിയിട്ടില്ല. സാറേ വീട് റെഡിയാണ്. വീട് റെഡിയായോ? എവിടെയാണ് പറയൂ? വട്ടപ്പാറ വീട്ടിലൊന്നും എന്റെ സീരിയൽ ഞാൻ ഷൂട്ട് ചെയ്യല്ല. അല്ലെ തന്നെ നാട്ടുകാർ പറയുന്നത് എനിക്ക് വാട്ടാന്നാ പറയുന്നത്. വേറൊരു വീട് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് വട്ടപ്പാറ മാത്രം റെഡി ആയിട്ടുള്ളൂ. വട്ടപ്പാറ എന്നാണ് പറഞ്ഞത്? 2 നില വീടാണോ? 2 നില വീട്. താൻ കുറെ നാളായില്ലേ എടോ ഇങ്ങനെ ഈ ബാഗും തൂക്കിയിട്ടുണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്? എടോ, ആ 2 നില വീട് എന്റെ കഥയുമായിട്ട് സിങ്കല്ല. അത് ചിന്തിക്ക്. നല്ല വൃത്തിയുള്ള ഒരു വീട് വേണം, അത് അതിനെക്കുറിച്ച് ചിന്തിക്ക്. എടോ, ഇത് കണ്ടോ, ഈ വീട് കണ്ടോ? ഏകദേശം ഇത് കൂട്ടൊരു വീടാണ് എന്റെ മനസ്സിലുള്ളത്. ഇതുപോലൊരു വീടില്ലാതെ ഞാൻ ഇന്ന് ഈ സാധനം ഷൂട്ട് ചെയ്യത്തില്ല. ഈ വീട്ടിൽ ഷൂട്ട് ചെയ്തൂടെ? അത് ശരിയാണല്ലോ. അതാ ഇവിടെ ഷൂട്ട് ചെയ്യാമല്ലോ. തവണ കാര്യം ചെയ്യാം, ഈ വീട് ഷൂട്ടർ തരുമോന്നു ചോദിച്ചിട്ട് സാറിന്റെ വീടല്ലേ? ആരോട് ചോദിക്കാൻ? എന്റെ ദൈവം, എനിക്ക് സകല റിലേയും കൂടെ പോട്ടെ. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ സാധനം നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാം. ക്രൂവിനെ വിളിക്കും. ഹലോ, ആ സാറിന്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. ആ പപ്പ സാറിന്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും വന്നോ? ഉൾപ്പെടെയുള്ള ആൾക്കാർ കേട്ടോ. ഓക്കെ, ഓടി വന്നോ. ശരി. അയ്യോ, ആര് സാറേ തേങ്ങ വെച്ചെറിഞ്ഞത്? ആരാ ഇവിടെ? മോനുക്കുട്ടോ, അതെന്നാ സംഭവം? ഇങ്ങനെ വന്നേ. അതെന്നാന്നറിയോ, നമ്മുടെ വീടിന് അപ്പുറത്തൊരു പയ്യനുണ്ട്. അവനൊരു ചക്കല കുസൃതിക്കാരൻ. അവനെ ഇവിടെ വന്നാൽ ഭയങ്കര കുസൃതി മണ്ടനാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല സാധനം ഒച്ച അവനുള്ള വിഷയമുള്ള കേസിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചേക്കണം. മുളച്ച് കയറിയതായിരുന്നു കുഞ്ഞാനെ. അവൻ അങ്ങനത്തെ ഒരു വിഷയക്കാരനല്ല. അവനൊന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവനങ്ങ് പൊക്കോളൂ. കൊച്ചൻ അവൻ ഈ ലാളിച്ച് വളർത്തിച്ചതിന്റെ ആ ഒരു ഇതേ ഉള്ളൂ, വിഷയമൊന്നുമില്ല കേട്ടോ. അയ്യോ, നിനക്ക് എന്നാത്തിന്റെ കഴിയും? എനിക്കറിയാൻ വേണ്ടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരല്ലെന്ന്. എന്നാടാന്നോ? എടാ മോനെ, ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കാര്യം നടക്കാൻ വേണ്ടി പോവാ. മോൻ ഇവിടെ കിടന്നോണ്ട് കുഞ്ഞു കളിക്കല്. വീട്ടിൽ പോ. എന്റെ കുഞ്ഞുമോനെ, എടാ പോടാന്നൊന്നും വിളിക്കരുത്. മാമൻ, കൺട്രോളർ മാമൻ, അങ്ങനെ വേണം വിളിക്കാൻ. കൺട്രോളർ അല്ല, കൺട്രോൾ മാമൻ. അതായത് എന്റെ ചക്കരക്കുട്ടി ഇങ്ങോട്ട് വേണം, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെയൊന്നും പറയരുതെന്ന്. ഇല്ല, മോനൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ വീട്ടില് എന്റെ സീരിയൽ ഷൂട്ട് ചെയ്യുവാണ്. അപ്പൊ എന്നെ പോലെ എന്നാ ചെയ്യണം? ഇങ്ങോട്ട് വരരുത്, മാമന്മാരുടെ കയ്യിൽ നിന്ന് വഴക്ക് മേടിക്കരുത്, അടങ്ങി ഒതുങ്ങി പൊക്കോണം കേട്ടല്ലോ. ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്ന മോനിങ്ങോട്ട് വരല്ലേ. പോയിക്കോ. ഒരു കാര്യം ചെയ്യും, മോന് ഒരു 50 പൈസയുടെ മുട്ടായി തന്നെ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, മേടിച്ചാൽ മതി. പൊക്കോ കേട്ടോ. 50 പൈസ മുട്ടായി മേടിച്ചാൽ അതിലെ പൊക്കോ കേട്ടോ. 50 പൈസയുടെ മുട്ടായി നിന്റെ അപ്പം കൊണ്ട് വെച്ചേക്കുന്ന 1 രൂപയാണല്ലോ അല്ലേ? ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ മതി, മാമൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ള മുട്ടായി മേടിച്ചിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വരല്ലേ. മാമൻ പറഞ്ഞ മുട്ടായി തരാം. മാമൻ പറഞ്ഞ മുട്ടായി തരും. പിന്നെ എനിക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. എനിക്ക് 6 മണിക്ക് തന്നെ പോകണം.
മോൻ എന്നതാ മോനെ കാണിക്കുന്നത് നിങ്ങൾ മോൻ അങ്ങ് ചെല്ല് 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 അത് കാര്യമാക്കട്ടെ കേട്ടോ നമ്മൾ അപ്പുറത്ത് വീട് സാറേ 6 മണിക്ക് എനിക്ക് പോണം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഞാൻ വേറൊരു വീട് അറേഞ്ച് ചെയ്തു. അവിടെ പരിപാടികളൊന്നും നടന്നില്ല. അതുകൊണ്ട് ഇതെന്റെ സ്വന്തം വീടാണ്. ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. 6 മണിക്ക് മുമ്പ് നിങ്ങളെ ഞാൻ കെട്ടിയിരിക്കുന്നു. അത്രേ ഉള്ള കാര്യമുള്ളൂ. നിങ്ങളോടൊക്കെയുള്ള അപ്പോഴത്തേക്ക് എന്നെ വിലങ്ങ് വെച്ചുകൊണ്ട് വരുന്നു. ഈ സീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്നെ വിലങ്ങ് വെച്ചുകൊണ്ട് വരുന്നു. പോലീസുകാരും വിലങ്ങ് വെച്ചുകൊണ്ട് വരുന്ന സീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ക്യാമറ ഓക്കെ അല്ലേ? ഓക്കെ സാർ. അപ്പൊ ക്യാമറ റോളിംഗ് റോളിംഗ് സർ. ആക്ഷൻ. അയ്യോ അയ്യോ കൊണ്ടുപോയില്ല സാറേ, കൊണ്ടുപോയില്ല സാറേ, എന്റെ മോനെ കൊണ്ടുപോയില്ല സാറേ. അവൻ എന്ത് തെറ്റായിരുന്നത്? എന്റെ മോനെ സാറേ കൊണ്ടുപോയില്ലേ, എന്റെ മോനെ കൊണ്ടുപോയില്ല സാറേ. ഞാൻ കാല് പിടിച്ച് പറയാം, എന്റെ മോനെ കൊണ്ടുപോയില്ലേ. അവൻ ആരെ പീഡിപ്പിച്ചത്? അയ്യോ, ഈ പെൺകൊച്ചിനെ പീഡിപ്പിച്ചു. അങ്ങനെ പറയല്ലേ മോനെ. അയ്യോ അയ്യോ മോളെ കേസ് ഒത്തുതീർപ്പാക്കാൻ മോളെ എന്തോ സംഭവിച്ചത്? അഭിനയമാണ് എനിക്കറിയാം. നിങ്ങൾക്കെല്ലാം ഇത് അഭിനയം. പക്ഷെ എന്റെ പൊന്നുമോനെ അതല്ല നമ്മൾ ഇത് കണ്ട ക്യാമറ ഒക്കെ ഇരിക്കുന്നുണ്ട്. തന്തയില്ലാതെ നിന്നെ ഇത്രയും നാള് ഞാൻ വളർത്തിയില്ലടാ. അയ്യോ അതല്ല ടിവിക്കകത്ത് വരുന്ന സാധനം. ടിവിക്കകത്ത് വരുമെന്ന് എനിക്കറിയാം. അവിടെ ക്യാമറക്കാരെല്ലാം പിടിക്കും. എന്നെ നാണം കെടുത്തിട്ടോ നിങ്ങൾ അടങ്ങോളൂ. എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. എന്റെ അമ്മ ഇത് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമല്ല. അതിന്റെ കൂടെ പീഡനമാ. ഞാൻ പീഡിപ്പിച്ച് ഇതെന്നെയൊക്കെ തോന്നിയാൽ വിളിച്ചു പറയുന്നത്. അമ്മ ഞാൻ ഈ ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലില്ലേ, അതിന് വേറൊരു വീട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ മുറ്റത്തിട്ടാ കൊണ്ട് ഷൂട്ട് ചെയ്യുക. അതിന്റെ ഒരു സീനായി കണ്ടോണ്ടിരുന്നത്. അല്ലാതെ എന്നെ ആരും അറസ്റ്റ് ചെയ്ത് പിടിച്ചോണ്ട് പോയതല്ല. അവൻ പീഡിപ്പിച്ചില്ലേ മിണ്ടി പോയിട്ട് ഞാൻ പറഞ്ഞു കേട്ടല്ലോ. ഇത് ആദ്യമേ അങ്ങ് വാ തുറന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ ഇത്രയും കറുത്ത ലഹള ഉണ്ടാക്കുമായിരുന്നോ? അത് അമ്മ അകത്തോട്ട് കയറി ചെല്ലു. പോ അമ്മ അകത്തോട്ട് പോ. അമ്മ അകത്തോട്ട് പോ. ചെല്ലു ചെല്ലു ചെല്ലു. കുഴപ്പമില്ല പൊയ്ക്കോ. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അപശകനം എവിടെയാണെന്നറിയോ? താനൊരു കൺട്രോളറാണ്. എത്ര നാളായി പാറ്റാൻ തുടങ്ങിയിട്ട്. എടോ ഇതത് വെക്കാൻ നേരത്തെ ആദ്യം പൂജ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പൂജയ്ക്ക് റെഡിയാക്കി അത്തേകം കാര്യങ്ങളൊക്കെ റെഡിയാക്കി ശകുനം 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 പെട്ടെന്നായിട്ട് റെഡിയായിട്ട് അവിടെ തന്നെ ഒരു മുട്ടായി ആണോ ഇങ്ങനെ എനിക്കുള്ള ഓ സാറേ കർപ്പൂരം കാണാനില്ല. പൂജയ്ക്ക് വെച്ചിരുന്ന കർപ്പൂരം കാണാനില്ല അവിടെ. ഇതെന്നാണ് തിന്നുന്നേ? കർപ്പൂരം വാർത്തത് ഗ്യാസ് മുട്ടായി പറഞ്ഞു വരുവാ. പൂജ വേണ്ട ഒന്നും വേണ്ട. അടുത്ത സീൻ എന്നാന്ന് അറിയാലോ? ഞാൻ കാണിച്ചു തരാം. ഒന്നാമത് എനിക്ക് പ്രഷർ കയറി നിൽക്കുക അറിയാലോ. തള്ളയാണ് അങ്ങനെ, അവനാണ് അങ്ങനെ. ഇനി വരുന്ന സീൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമംഗലം തറവാട്ടിൽ നിന്നും ആ മൊഴി എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ പോലീസുകാരോട് മൊഴി കൊടുക്കുന്ന സീനാണ് എടുക്കാൻ പോകുന്നത്. ഡയലോഗും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ. 6 മണിക്ക് പോകാൻ പറ്റും. 6 മണിക്ക് വിടാം. അരി വറുത്തില്ലെങ്കിൽ ഞാൻ വിടാം. ഓക്കെ ആണല്ലോ? ഓക്കെ 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 ഓക്കെ. ക്യാമറ റോളിംഗ് റോളിംഗ്. ഓക്കെ സാർ. ഓക്കെ ആണല്ലോ? ക്യാമറ റോളിംഗ് റോളിംഗ് സർ. സംഭവം മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. നിങ്ങൾ മൊഴി എടുക്കാൻ വേണ്ടി വരികയാണ്. പോലീസ് വരുന്നു. അതൊക്കെ മനസ്സിലായി സാറേ. എനിക്ക് 6 മണിക്ക് പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. ക്യാമറ റോളാണോ? ഓക്കെ സാർ. അപ്പൊ ക്യാമറ റോളിംഗ് റോളിംഗ് സർ. നിനക്ക് എന്നാത്തിന്റെ അസുഖം എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ട്രെയിൻ നിന്ന് പോയി. എടാ ഞാൻ ഇവിടെ ഒരു സാധനം ഷൂട്ട് ചെയ്യുന്ന കണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞു ഇതിന്റെ ഇടയിൽ വന്ന് കയറരുത്. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ? പോടാ വീട്ടിലോ, പോടാ വീട്ടിലോ. നിനക്കറിയാമല്ലോ എന്റെ ചൂരന്റെ വേദന നിനക്ക്. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മണ്ണിലും പോയോ? ബാക്കിയുള്ളവര് തലവേദന ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് ഇനി മേലെ ഇങ്ങോട്ട് കയറി തലവിടെയാ തല്ലിപ്പൊട്ടി കേട്ടോ. മേലാത്ത വേണം, വീട്ടിൽ വളർത്തണം. അല്ല വല്ല ചങ്ങലയ്ക്ക് വിടണം അവനൊക്കെ. ഇപ്പൊ സംഭവം ഓക്കെയാണല്ലോ. ഇനിയൊന്നും പറയാനില്ല. നേരെ മൊഴി കൊടുക്കാൻ വേണ്ടി വരുന്നു. മായ കരഞ്ഞുകൊണ്ട് മൊഴി കൊടുക്കുന്ന സീനാണ് എടുക്കാൻ പോകുന്നത്. ക്യാമറ ഓക്കെ ആണല്ലോ? ഓക്കെ സർ. ക്യാമറ റോളിംഗ് റോളിംഗ് സർ. ആക്ഷൻ. ഒന്ന് പോട്ട് വരാമോടാ.
എടാ ഇന്നും കൂടെ ചെല്ല, ആ പാക്കരം വിളിച്ച് പറഞ്ഞടാ ഇന്ന് ചെല്ലണം, അല്ലെങ്കിൽ പിന്നെ അരി തരത്തില്ലാന്ന്. നിങ്ങൾ ഈ പച്ചരി വാരിട്ടില്ല, നിങ്ങൾ ചത്തുപോകും. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. പിന്നെ നീ ഷൂട്ടിങ് കഴിഞ്ഞ് അകത്തോട്ട് കയറി വരുമ്പോ നിനക്ക് കഞ്ഞി വെച്ച് ഇറണ്ടേടാ ഞാന്. എൻ്റെ അമ്മയോട് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ ഒരു സാധനം ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവാണോ? ആണ് അമ്മ കാണുന്നതാണോ? ഞാനിവിടെ ഒരു സാധനം ഷൂട്ട് ചെയ്ത കണ്ടാണോ? അതെനിക്കറിയാം. അപ്പൊ ഇതിനകത്ത് അമ്മ ഇപ്പൊ എന്റെ ഫ്രെയിമിലോട്ട് കയറി വന്നത് എന്തിനമ്മ? ഫ്രെയിമോ? പിന്നെ കണിമംഗൽ വലിയ നമ്മുടെ മക്കൾ തറവാട്ടിലൂടെ അമ്മ എന്തിനാ കയറി വന്നത്? എനിക്ക് അറിയാൻ മേലാത്. എന്റെ ദൈവമേ, വാടിന്റെ അയ്യത്തൊന്നല്ലോടാ ഈ വീട്ടിൽ പേര്. പാലും തുമ്പത്തും പൊക്കി പിടിച്ചോണ്ട് നടക്കുക. അമ്മ ഞാനൊരു കാര്യം ഞാൻ പറയാം. ഇതൊരു സാധനം ഞാനൊരു സീരിയൽ ഞാൻ ഡയറക്റ്റ് ചെയ്തോണ്ടിരിക്കുക. അമ്മ മര്യാദയ്ക്ക് അകത്തോട്ട് അങ്ങനെ നാളെ എങ്ങനെ റേഷൻ മേടിക്കാം പോ. അയ്യോ ഇന്ന് വേണം, ഇത് ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് പോയി റേഷൻ മേടിച്ചോണ്ട് വന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്താൽ മതി. എന്റെ അമ്മ ഞാനിപ്പോ പോയി റേഷൻ മേടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇത് ആര് സംവിധാനം ചെയ്യും? എടാ ഞാൻ സംവിധാനം ചെയ്യൂടാ. കപ്പ പുഴുങ്ങിയുണ്ടാക്കുമല്ലേ ഇവിടെ? ഞാൻ സീരിയൽ ഡയറക്റ്റ് ചെയ്യുവാ. എടാ പോടാർന്ന്. 40-45 വർഷം തന്തയില്ലാതെ നിന്നെ വളർത്തി ഇത്രയും വലുതാക്കാമെങ്കിൽ എനിക്കിത് സംവിധാനം ചെയ്യാനാണോ വലിയ പാട്? തന്തയില്ലാത്തവൻ. ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ഈ റേഷൻ കാർഡിലെ പേര് ഞാനങ്ങ് മാറ്റട്ടെ. ആര് വന്നാലും തന്തയില്ലാത്തവൻ. എനിക്കിപ്പോ ടൗണിലോട്ട് ഇറങ്ങാൻ മേല. ആണ്ട ഒരു തന്തയില്ലാത്തവൻ, ദേ പോണ തന്തയില്ലാത്തവൻ പറയുന്നത്. ആ ഇച്ചിരി ദണ്ണം ഉണ്ടടാ. 2 വയസ്സുള്ളപ്പോഴല്ലേ നിന്റെ തന്ത ഇട്ടു പോയത്. അത് പിന്നെ ഞാൻ നിന്നോട് നിന്നെ വളർത്തുന്നത്. തന്തയില്ലാത്തവൻ തന്നെയാണോ നീ? ഞാൻ പോയാലോ റേഷൻ കട? ഇവനെ അന്ന് അവന്റെ കൊടുത്തു വിടുന്ന. അല്ല എന്റെ വണ്ടിക്കകത്ത് പെട്രോൾ അടിച്ചോ, ഞാൻ പോയിട്ടില്ല. എടാ നിന്റെ കൈയല്ലേടാ അവിടെ പതിക്കേണ്ടത്. ഓ അത് ശരി. അല്ലാതെ കത്തി എടുത്തോ, ഞാൻ കൈ മുറിച്ചോണ്ട് പോവാം. എന്റെ ദൈവമേ, നന്നായി മുഖം കാണിക്കണമെന്നല്ല പെടലി കണ്ടിച്ചോണ്ട് പോകാനെ. തനി വന്നേ. അവർക്ക് പച്ചരി തിന്നില്ലെങ്കിൽ ഉറക്കം വരുമല്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്ക് ഞാൻ പടയേന്ന് ഓടിച്ചെന്ന് ഞാൻ റേഷൻ പിടിച്ചു. വണ്ടി കയറിക്കോ, ഞാൻ കൊണ്ടുവിടാം. എന്റെ വണ്ടി. അയ്യോ മോള് മറ്റേ സീരിയലിനകത്തൊക്കെ അഭിനയിക്കുന്നില്ലയോ മോളെ? ആ. ടിവിക്കകത്തൊക്കെ വരുന്ന വച്ചില്ലയോ? ആ അതെ അതെ അതെ. അയ്യോ മോളെ നേര് കാണോ നീ അടിച്ചിരിക്കുവായിരുന്നു ഞാന്. മോക്ക് എത്ര വയസ്സുണ്ടടി? 22. 22ഓ? ഇങ്ങോട്ട് നോക്കിയേ, കള്ളം പറയരുത് അമ്മയോട്. അയ്യോ സത്യമായിട്ട് 22. പക്ഷെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് 18 ആയിട്ടുള്ളൂ. അല്ലടി നിന്നെ കണ്ട ഒരു 40 വയസ്സ് തോന്നിക്കും. 2 പെറ്റതല്ല ആര് കണ്ടാ പറയും, ഏത് കണ്ണുകൊട്ടനും പറയും 2 പെറ്റതാന്ന്. സുലോചനയും രമണിയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞേ നിന്നെ കണ്ട 40 വയസ്സ് തോന്നിക്കുമെന്ന്. ഞാൻ പറഞ്ഞ അങ്ങനെ ഇല്ല, നേരിട്ട് കാണുമ്പോ നമുക്ക് അറിയാലോ. പ്രായം കുറവാണല്ലോ. അല്ല അത് കൂടുതൽ തോന്നിക്കും. ഞാൻ വെറുതെ അവരോട് അങ്ങ് തർക്കിക്കുകയും ചെയ്തു. അമ്മയുടെ വീട്ടില് TV അല്ല പഴയതായതുകൊണ്ടായിരിക്കും. പുതിയ TV മേടിച്ചു വെച്ചതാ. അത് തന്നെയല്ലേ നിങ്ങൾ ഈ പട്ടുസാരി ഉടുക്കത്തുള്ളൂ ചോദിച്ചേ? അത് അവര് പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ അമ്മേ. അയ്യോ എന്നാലും എന്റെ കുഞ്ഞെ ഈ നിങ്ങളുടെ ഈ വേലക്കാരിക്കൊക്കെ ഈ പട്ടുസാരി കൊടുക്കുന്ന എന്തിനാ? അതൊന്നും എനിക്ക് അറിയില്ല എന്റെ അമ്മ. പിന്നെ ഈ കണ്ടീനൊക്കെ എവിടെ അടി കൊച്ചി വെച്ചേക്കുന്നത്? മടാന്നല്ലേ ഒഴുകുന്നത്. ഇവിടെ ഇത്രയും കണ്ടീനൊക്കെ എങ്ങനെ വരും കൊച്ചേ? അതൊക്കെ അവര് പറയുമ്പോ വരും. ഞാൻ ഇതൊന്ന് മേക്കപ്പ് ഒന്ന് ചെയ്തോട്ടെ. അയ്യോ ശരി മേടിച്ചോ മക്കളെ. അരിയൊക്കെ ഇതിനകത്തുണ്ട്, കൊണ്ടുപോ. അരിയൊക്കെ ഇതിനകത്തുണ്ട്, എടുത്തുണ്ട്. മണ്ണെണ്ണയും മേടിച്ചിട്ടുണ്ട് അതിനകത്ത്. മക്കളെന്ന് അകത്തോട്ട് വെക്കുവോ? എടുത്തോണ്ട് പോവാം. ഞാൻ ഒന്ന് ഡയറക്റ്റ് ചെയ്തിട്ട് പോ, കൊണ്ടുപോ. പിടിക്കടാ കൊണ്ടുപോകത്തുണ്ടോ? ഞാൻ കൊണ്ടുപോകാൻ പെട്രോൾ അടിക്കാൻ പൈസ തരണം കേട്ടല്ലോ. എടുത്തോണ്ട് പോടാ പോ. വണ്ടിയോട്ട് കയറ്റിക്കോ. സാറേ ഒന്ന് തുടങ്ങാം നമുക്ക്. ഡയലോഗ് കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഡയലോഗ് അറിയാം. മറ്റേ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല അയ്യോ. അപ്പം മൊഴിയെടുക്കാൻ വേണ്ടിട്ട് പോലീസ് അങ്ങോട്ട് കയറി. ഇവിടെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് വരുന്നു. മായാമംഗലത്തിന് മനസ്സിലായി. പറഞ്ഞു കൊടുക്കും. ക്യാമറ റെഡിയാണോ? റെഡി സർ. ക്യാമറ റോളിംഗ്. റോളിംഗ് സർ. നിന്നോട് ഞാൻ ഒരു 10,000 പ്രാവശ്യം പറഞ്ഞു ഇതിനകത്ത് ഒന്ന് കയറണം. എനിക്കറിയാൻ വേണ്ടി ചോദിച്ചോ? ഇറങ്ങി പോടാൻ പറഞ്ഞത്. നിന്നോട് ഞാൻ പറഞ്ഞാണ് അടുത്ത് കയറില്ലെന്ന്. ഒരു മനുഷ്യൻ എത്ര നേരമായിട്ട് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നറിയോ? ഒരു വശത്തൂടെ അവന്റെ ആക്ഷൻ, ഒരു വശത്തൂടെ തള്ളാട. അത് ഇത് മേലെ കണ്ടുപോലെ കയറി പോകത്തോട്ട് അങ്ങനെ അറിയാലോ. കരളല്ലോ ഒക്കെ അല്ലേ? അതെ ആ സാറേ അതെന്ത് കുഴപ്പമെന്ന് അറിയാമോ? സാർ ഈ ഉറച്ച് റോളിംഗ് എന്നൊക്കെ പറയുമ്പോഴേ അവനത് കേൾക്കും. അവൻ കേൾക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആക്ഷൻ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പൊ സാറ് പയ്യെ പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് പയ്യെ പറഞ്ഞാൽ മതി. ഇതിന് വിഷയമുള്ളത് പയ്യെ അങ്ങനെ മാറിത്തോട്ടോ. അങ്ങനെ നിൽക്കും. ഞാൻ പതുക്കെ പറയത്തുള്ളൂ. കേട്ട് പടയെന്ന് കേട്ടോ. അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ ചേർന്ന് ഈ സാധനം കുളവാക്കുന്നതുകൊണ്ടാ. അറിയാലോ. ക്യാമറ റെഡിയാണോ? റോളിംഗ് ആണോടാ? തേങ്ങ ഒന്ന് പൊതിച്ചാടാ. എന്റെ അമ്മ എനിക്ക് നിങ്ങളുടെ തലച്ചോട്ടി വെക്കാനാണ് ഇത് തോക്കാൻ കഴിയും. ഇപ്പൊ ഇതുമായിട്ട് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ?
എന്റെ അമ്മയിൽ അവിടെ എങ്ങാനും കൊണ്ടുവെക്കും, ഞാൻ പിന്നെ എങ്ങാനും പോയി എനിക്ക് പറ്റൂടാ തേങ്ങ പൊതിക്കാതെ. എന്റെ നട്ടല് പോയിരിക്കാൻ നിനക്ക് അറിയത്തില്ലടാ. ആർട്ടിസ്റ്റുകളൊക്കെ നോക്കുന്ന അമ്മ ചുമ്മാ ഒരുമാതിരി എന്താ ഇപ്പൊ പെണ്ണുങ്ങൾ ഇന്ന് നിനക്ക് എന്താ ഇത്തിരി വേഷം കെട്ടല്? അമ്മ അങ്ങനെ പൊതിയടാ തേങ്ങ. അമ്മ അകത്തോട്ട് അങ്ങനെ ഞാൻ പിന്നെ പിന്നെ ഇപ്പൊ പൊതിക്കണം. അമ്മ ഈ കൊച്ചിന് 6 മണിയാകുമ്പോൾ ചെന്നൈക്ക് പോകാനുള്ള ഞാൻ പിന്നെ അവൾ എവിടെയെങ്കിലും പോട്ടെ, നീ തേങ്ങ പൊതിയടാ. പൊതിച്ചു കൊടുക്കും. പൊതിയടാ തേങ്ങ. ഒന്ന് പൊളിച്ചു കൊടുക്കാം. നാണക്കേടാണ് ആ പൊതിക്ക്. ആരു ചെയ്ത പാപമെന്നു പേരിടുന്നു രാമ ഈ പിടിച്ച പോലെ അങ്ങ് പാഞ്ഞിടുന്ന ലീല ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല അപ്പപ്പപ്പ പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ അപ്പപ്പ പൊതിയടാ. നാടുവിട്ടേ കാടേറും രാമലീല സംവിധായകനും സംവിധായകനും കിടക്കുന്നു. പോ കൊണ്ടുപോ. പൊട്ടിക്ക് പൊട്ടിക്ക്. അമ്മച്ചി ഇത് സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? നീ ഇത് പൊട്ടിച്ചിട്ട് സംവിധാനം ചെയ്താ മതി. പൊട്ടിക്ക്. വിഷം അങ്ങ് നശിച്ചു കിടക്കുവാണ് അവൻ. കൊണ്ടുപോ ചെല്ലു പോ. എന്തോന്നു? ഞാൻ ഇങ്ങോട്ട് ചെലവെടുത്തോണ്ട് വരാം. തേങ്ങ തിരുമ്മിത്ത്. ശ്ശെ, അമ്മ ഇതങ്ങനെ അകത്തോട്ട് കൊണ്ടുപോകാം. എടീ, എനിക്ക് നടുവും പറവൊന്നും വയ്യാത്തല്ലോടാ. എന്റെ അമ്മച്ചി ഈ കൊച്ചിന് 6 മണിയാകുമ്പോഴത്തേക്ക് തീരിന് പോകാനുള്ള അമ്മ. തേങ്ങ ഇരുമ്മിട്ടുള്ള സംവിധാനം മതി. എന്നാ, തിരുമടാ. ഇപ്പൊ ഇരിയടാ, തിരുമടാ നീ. ഇരി, തിരുമ. ഇപ്പൊ ചെയ്യാവേ. എന്ന് ഇവനാ തുണി അരിയെ തരുന്നത്, തറ ഉടത്തി തരുന്നത്, തേങ്ങ അമ്മ തിരുമ്മി ആ തരുന്നത്. മീൻ കരിയും അമ്മ അങ്ങോട്ടൊക്കെ വിളിക്കും. നീ കരിയത്തില്ല, നീ തിരുമ്മി. ആ തൊണ്ടും കൂടെ എടുത്ത് തിന്നടാ, അത് അടയൂല്ലോ, പിന്നെ അങ്ങോട്ട് പോകുമല്ലോ. അടമ്മ തൊണ്ട് തിന്നുന്നമ്മ അവൻ. നീ അല്ലേ അവനോട് തൊണ്ട് മക്കളെ തൊണ്ട് തിന്നരുത്. മധുരമില്ലല്ലോ, പിന്നെ ഞാൻ ആ അത്ര വേണ്ട മാമ, ഇത്ര മതിയേ. ഇനി ഭാര്യ നിന്റെ കൈ ഞാൻ വെട്ടു. ഓ, ഇനി ഇങ്ങോട്ട് വരില്ല, ഞാൻ ഒരു കാര്യം പറയുക. അപ്പൊ ദേ ഇനി വേറെ സംഭവങ്ങളൊന്നുമില്ല, ഇത്രയും കാര്യമുള്ളൂ. കാരണം എനിക്ക് 11 മണിയാണ് നിർത്തി ഈ സാധനം എപ്പിസോഡ് കൊടുക്കാനുള്ള. അപ്പൊ നേരെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് മായ വരുന്നു, അവിടെ നമ്മൾ സംഭവം സെറ്റ് ചെയ്യുന്നു. ഇതാണ് ഓക്കെ ആണല്ലോ? അപ്പൊ സെറ്റ് ആണല്ലോ? അല്ല, മായ വരുന്നില്ല, മായ പോവാണ്. അതെ, 6 മണിക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ 4:30. ഇനി ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോ സമയം എത്രയാവും? അല്ല അതെല്ലാം പെട്ടെന്ന് അല്ല, പറ്റില്ല. ഞാൻ വരുമ്പോ പറഞ്ഞതാണ് എനിക്ക് 6 മണിക്ക് പോകണമെന്ന്. വാ, നമുക്ക് പോവാം, വാ. അല്ല അങ്ങനെ പോട്ടെ, ഒരു ശകലം നേരത്തേക്ക്. നിങ്ങളെ തേങ്ങ തിരുമലൊക്കെ കണ്ടിട്ട് വേറെ നടിയെ അന്വേഷിക്കും. ഇച്ചിരി നേരത്തെ കാര്യമുള്ളൂ. കാരണം ഒരു തരത്തിൽ എനിക്ക് ജീവിക്കാൻ മേലതായി. ഇത് തന്നെയാ പറയുന്ന പണ്ടുള്ളവര്. സ്വന്തം നാട്ടിലാണെങ്കിലും ശരി, സ്വന്തം വീട്ടിലാണെങ്കിലും ശരി, നല്ല പോലത്തെ കലാകാരന്മാരെ ഒരിക്കലും ഇവരൊന്നും പ്രോത്സാഹിപ്പിക്കുകയില്ല. മക്കളെ, കഞ്ഞി വെന്തിച്ചിട്ട് കഞ്ഞി എടുക്കട്ടെടാ. തിളച്ചതാണോ? ആ തിളച്ചതാ. ഞാൻ കുറച്ചെടുത്ത് എന്റെ തലയിൽ കൂടെ അങ്ങ് ഒഴിക്കും. നിങ്ങളുടെ അസുഖം അങ്ങ് മാറുമല്ലോ.